കനത്ത മഴ പെയ്താൽ തിരുവനന്തപുരം വെമ്പാലവട്ടം ഈ കിംസ് ആശുപത്രിക്ക് പരിസരത്തായി വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണ്. നിലവിൽ ആശുപത്രിക്ക് അകത്തേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമില്ല. മറിച്ച് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യം ഈ കിംസ് ആശുപത്രിയുടെ പുറകുവശത്തെ പാർക്കിംഗ് ആണ്. ഇത് ആശുപത്രിയുടെ പാർക്കിംഗ് അല്ല, മറിച്ച് പുറത്തെ പ്രൈവറ്റ് പേ ആൻഡ് പാർക്കിംഗ് ആണ്. ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പകുതിയിലധികം വാഹനങ്ങളും നിർത്തിയിട്ട വാഹനങ്ങളൊക്കെ പകുതിയിലധികവും മുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഇവിടെയുള്ളവർ പറയുന്നത് ഇതിൽ ആരാണ് ഈ വാഹനത്തിന്റെ ഉടമകൾ എന്ന് ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇത് മുന്നേ തന്നെ ഈ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ ഈ 2 ദിവസമാണ് തിരുവനന്തപുരത്ത് കനത്ത മഴ പെയ്തത്. ആ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ പാർക്ക് ചെയ്ത് പോയവരാണ് ഈ വാഹനത്തിന്റെ ഉടമകൾ. അത് പലരും ആശുപത്രിയിലേക്ക് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നിർത്തിയിട്ടതായിരിക്കാം. എന്തായാലും ഈ വെള്ളക്കെട്ടുണ്ടായത് ഈ ഉടമകൾ അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വാഹനം ഇവിടെ പകുതിയിലധികവും മുങ്ങിയിരിക്കുന്നത് ഉടമകൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ ആശുപത്രിയിലടക്കം അനൗൺസ്മെന്റ് ചെയ്യാനാണ് ഈ പാർക്കിംഗിന്റെ ഓണർമാർ തയ്യാറാകുന്നത്. അങ്ങനെ ഈ വാഹനങ്ങൾ, അതിൽ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, അങ്ങനെ പകുതിയിലധികവും മുങ്ങി. ഇനി സർവീസ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ വാഹനങ്ങൾ മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ പ്രദേശവാസികളോടക്കം പ്രതികരണങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇന്നലെ മുതൽ മഴ പെയ്യുന്നു. അവിടെ തൊട്ടടുത്ത് ആക്കുളം കായലാണ്. ആക്കുളം കായൽ നിറഞ്ഞ് ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെ നഗരത്തിൽ മഴ പെയ്താൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവുന്നത് പതിവാണ് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ഒരു പ്രദേശവാസി ചേട്ടാ, ഇവിടെ ഉള്ളതാണോ? അതെ അതെ, ഇവിടെ ഉള്ളതാണ്. എപ്പോഴും ഇവിടെ വെള്ളക്കെട്ട് പതിവാണോ? എപ്പോഴും വെള്ളക്കെട്ടില്ല, നല്ല ശക്തമായ മഴയുടെ വെള്ളക്കെട്ട്. ഇത് ഇന്നലെ രാത്രി ഒരു 9 മണി ശേഷം നല്ല വെള്ളമായിരുന്നു. ഉച്ചയ്ക്ക് വെള്ളം ഇല്ലായിരുന്നു. ഇന്നലത്തെ നൈറ്റ് ഡ്യൂട്ടി ഞാനായിരുന്നു ഇവിടെ. ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. ഈ വാഹനം എങ്ങനെ ആരാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ആരാണെന്ന് അറിയാൻ ഒരു വഴിയില്ല.